കഴിഞ്ഞു ഇപ്പോ. ഇനി ബഗ്ലൂം ബഗ്ലൂം എന്ന് പറയുന്ന ജില്ലയാണ്. അപ്പൊ ഈ മുക്തിനാഥിൽ തന്നെയാണ് ഇവര് മുസ്താങ് ഇതും പറയണത് കേട്ടോ. മുസ്താങ്ങിന് അപ്പൊ അവിടെ പോകുന്ന വഴിയില് ഇവിടെ ഈ ഭാഗത്ത് വരുന്ന ഒരു ഹൈയസ്റ്റ് ബ്രിഡ്ജ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു തൂക്കുപാലത്തിലൂടെ പോയിണ്ടായില്ലേ, അതുപോലത്തെ ഒരു ബ്രിഡ്ജാണ്. ഏറ്റവും ഹൈറ്റ് വരുന്നതും ഏറ്റവും ലെങ്ത് വരുന്നതും ഈ ബ്രിഡ്ജാണ്. ഇപ്പൊ നമുക്ക് മുന്നിൽ കാണാൻ പോകേണ്ട പുഴേന്റെ മുകളില് ഇതാണ് സാധനം. അങ്ങ് ദൂരെ ഇവിടെയൊക്കെ നല്ല അടിപൊളി മല ആ പുഴേന്റെ സൈഡിലൂടെ കേട്ടോ. അവിടുത്തെ അത് പുഴേന്റെ അടുത്തൂടെയാണ് റോഡുള്ളത്. മുകളിലേക്ക് കാണിച്ച വലിയ മലകളും. അപ്പോൾ നമ്മൾ പറഞ്ഞ പാലം എന്ന് പറയുന്നത് ഗന്ദകി ഗോൾഡൻ ബ്രിഡ്ജാണ്. അത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഈ രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു പാലം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. എന്നാ തിരുവനന്തപുരം നടക്കല്ലേ? എന്താ പോരും ഗുരുസ്വാമി മുന്നേ പോയി. ഇതിലെന്താ രസം വെച്ചാലേ ഈ പാലൊക്കെ കടന്നിട്ട് ആ മലയുടെ സൈഡിലൊക്കെ അവിടെ ഒരു വില്ലേജാട്ടോ. അവിടെയൊക്കെ ഇഷ്ടംപോലെ ആളുകൾ താമസിക്കുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിലേക്ക് ഇഷ്ടംപോലെ ആളുകളുണ്ട്. കുട്ടിമാമുണ്ട്. നല്ല വെയിലാണ്. എത്ര കിലോമീറ്റർ ദൂരം നമുക്ക് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ കണ്ടുപിടിക്കാം. പ്രശ്നം എപ്പം എന്തായാലും ഇതിലൂടെ അങ്ങനെ നടന്നു പോയൊക്കെ നോക്കാം അങ്ങോട്ട്. കേട്ടോ ആ മലയുടെ മുകളിലൊക്കെ കുറേ മുകളിൽ വരെ വീടുകളൊക്കെ ഉണ്ട്. അവിടെ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇനി ഇതിലൂടെ അങ്ങനെ നടന്നു പോയിട്ട് അപ്പുറം പോയിട്ട് തിരിച്ചിങ്ങോട്ടനെ വരാം. അങ്ങനെ ഈ പാലത്തിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആട്ടോ. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ സൈഡിലൂടെ പോണ കാണുമ്പോൾ ഇവിടെ പുഴയുടെ മറ്റേ സൈഡിലൂടെയും ഒരു റോഡ് വരുന്നുണ്ട്. കാരണം അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കയറിയിട്ട് പുതിയ റോഡ് ഇതിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പയ്യൻ നമ്മളെ കണ്ടപ്പോൾ ടാറ്റൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് വരികയാണ് വന്നത്. അപ്പോൾ അങ്ങനെ ആ റോഡും ഇവിടെ കയറിയിട്ട് പിന്നെ ഇപ്പോൾ ഒരു പാലം കയറിയിട്ടേ തിരിച്ചങ്ങോട്ട് തന്നെ ഈ മെയിൻ റോഡിൽ ഇങ്ങനെ വരുന്ന പരിപാടിയുണ്ട്. അപ്പോൾ രണ്ടിലൂടെയും പോകാമെന്ന് പറയണേ. അത് പുതിയ റോഡ് ഉണ്ടാക്കുന്നതിന്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ലാൻഡ് സ്ലൈഡിങ് ഒന്നൊരു വിഷയമല്ല തോന്നുന്നത്. കാരണം ആ മുകളിലൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കുറേ ലാൻഡ് സ്ലൈഡിങ് ഒക്കെ നടന്നതിൻ്റെ ഇത് നമുക്ക് കാണട്ടോ. പക്ഷെ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ആളുകൾ താമസിക്കുന്നത് അങ്ങനത്തെ ഏരിയയിലൊക്കെ കുറവായത് കാരണം പ്രശ്നങ്ങൾ കുറവായിരിക്കും എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ആളുകളുടെ അപായങ്ങളുള്ള പ്രശ്നങ്ങൾ കുറവായിരിക്കും. പിന്നെ ചുറ്റും മലകൾ തന്നെയാണ്. അടിപൊളി മലകളാണ്. ഇനി ഏതോ ഒരു മല കയറിയിട്ടാണ് നമുക്ക് പോകേണ്ടത് ഈ നമ്മുടെ മുക്തിനാഥിക്ക്. അപ്പോൾ അതിന് മുന്നേ ജോംസമ്മിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയിട്ട് ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. ഈ പുഴയിൽ ഇങ്ങനെ ഒരു കറുത്ത വെള്ളം ഉണ്ടാവുക. കറുത്തല്ല ഒരു സിമെൻറ്റ് കലക്കിയ പോലത്തെ വെള്ളം നമ്മുടെ നോർത്തിലൊക്കെ പോയ നമ്മുടെ ഹിമാചലിൽ നിന്നൊക്കെ പോകുന്ന പുഴയുടെ പോലെ തന്നെ ഉണ്ട്. അകത്തെ മണ്ണും ഏകദേശം ആ കളറാട്ടോ. അപ്പോൾ റോഡ് ഇങ്ങനെ വളഞ്ഞ് ഇതിലൂടെയൊക്കെ ഇങ്ങനെ പോകണത് കാണാം നമുക്ക്. അപ്പോൾ ഇവിടെ തന്നെ ആളുകളും ഇതൊരു ടൂറിസം പോലെ ഇവിടുത്തെ കുറച്ച് ദൂരെയുള്ള ആളുകളൊക്കെ ഇവിടെ ഈ പാലത്തിൽ വന്ന് ഈ പാലം കണ്ടിട്ടും ഇതിലൂടെ നടന്നിട്ടൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഈ രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാലമാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് സസ്പെൻഡഡ് റെയിൽ ബ്രിഡ്ജ് നേപ്പാളിലെ ലോങ്ങസ്റ്റ് ആണ്. അതായത് ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 567 മീറ്റർ ഉണ്ട്. വോക്ക് വേ വിഡ്ത്ത് 1 മീറ്റർ ഉണ്ട്. ഹൈറ്റ് ഏറ്റവും സാഗുള്ള ലോവസ്റ്റ് പോയിന്റിൽ 131 മീറ്റർ ഉണ്ട്. അറ്റ് എ ടൈം 612 ആൾക്കാർക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഈ സംഭവം. അപ്പോൾ നമ്മളത് പോയി വന്നിട്ടേ അത്യാവശ്യം നടക്കണമല്ലോ. പിന്നെ വെയിലുണ്ട്, നല്ല വെയിലാണ്. ഇനിയപ്പോൾ നമ്മൾ പോയി വന്ന് തിരിച്ചു പോകണം. എന്തൊരു രാഷടാ അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടിയിൽ തന്നെ എത്തി. വെറുതെ നമ്മളെ സൂരജ് ഭായിനോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കട്ടെ. ആളെ നല്ല വിറ്റാണ്, ആളെ നല്ല മനുഷ്യനാണ്. ഹായ് സൂരജ് ഭായ്. ആ കേസേ ബോലോ.
अच्छा है, अच्छा അടിപൊളി बहुत अच्छा അടിപൊളി പോലോ അടിപൊളി പോലോ हम लोग ऐसा है അടിപൊളി आटी बोली യെസ് വെരി ഗുഡ് ऐसा लगता है അപ്പോൾ അങ്ങനെ ആൾ നല്ല രസം ഒരു പാവം മനുഷ്യനാണ് അപ്പോൾ നല്ല രസം ആളുടെ അടുത്ത് ഇങ്ങനെ കമ്പനി കൂടി പോവാം അപ്പോൾ നമ്മളിങ്ങനെ മല കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ അധികം ആളുകളൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷേ ഇവിടെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളും ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ട് അതായത് എല്ലാ മലയുടെ മുകളിലും ഇഷ്ടംപോലെ വീടുകളും അവിടെയൊക്കെ അതിൻ്റെ ഇടയിൽ അങ്ങാടികളും അവിടുത്തെ എല്ലാ പരിപാടികളും വർക്ക്ഷോപ്പ് എല്ലാ കടകളും പരിപാടികളൊക്കെ ഉണ്ട് ഹാർഡ്വെയർ ഷോപ്പ് അങ്ങനെ എല്ലാം ഉണ്ട് അതിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ കുട്ടിമാമരെ കണ്ടിട്ടാ ഒരു കുട്ടിമാമ പോണു കുട്ടിമാമ പോയി നമ്മൾ കുട്ടിമാമനെ കണ്ടില്ല എന്ന് പറയണ്ടല്ലോ അപ്പോൾ ഉണ്ടോ നമ്മളിപ്പോൾ അങ്ങനെ കയറി വന്നിട്ടേ ഒരു നിരന്ന സ്ഥലത്തേക്ക് എത്തി അപ്പോൾ ഇവിടെ നെൽകൃഷി നിരന്നിട്ടുണ്ടെങ്കിൽ തട്ടായിട്ട് കയറി പോകുന്ന നെൽകൃഷിയാണ് പിന്നെ ഇവിടെ വീടുകളൊക്കെ കണ്ട നല്ല അടിപൊളിയായിട്ട് വീടുകൾ വലിയ വലിയ വീടുകൾ ഇവിടുത്തെ ഒരു ഗ്രാമം അടിപൊളി ഗ്രാമമായിട്ട് പക്ഷെ അതിൻ്റെ ബാക്കിലേക്കൊക്കെ അങ്ങോട്ട് മലകളാണ് ഇനി ഇതുപോലെ കുറേ മലകൾ കയറി പോകണം അപ്പുറത്തെ ഒരു മലയുടെ സൈഡിൽ വീണ്ടും ഇതുപോലെ ഗ്രാമങ്ങൾ വരും इधर का आदमी सब आदमी एक घर का एक आदमी जापान में रहेगा सबका आय स्रोत है ना इनकम सोर्स है ना जापान है एक आदमी एक घर एक आदमी जापान में रहेगा ഇവിടുത്തെ ഓരോ വീടുത്തെ ഓരോരുത്തരെങ്കിലും മിനിമം ജപ്പാനിൽ ഉണ്ടാവും എന്ന് പറയണത് അപ്പോൾ അത് കാരണം ജപ്പാനിൽ അവിടുന്ന് ഇവർക്ക് ഇൻകം നമ്മളെ ചില നാട്ടിൽ നമ്മളവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാളെങ്കിലും ഒരാൾ ദുബായിൽ മറ്റേ ഏതെങ്കിലും ഗൾഫിൽ രാജ്യത്തുണ്ടാവും എന്ന് പറഞ്ഞ മാതിരിക്കേ ഇവിടുത്തെ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരെന്ന് പറയണത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ क्यों जापान चलता है भाई रोजगार के लिए क्यों चलता है वो रोजगार चाहिए ना उधर थोड़ा काम जोड़ा जाती है मिलेगा उसको എന്തുകൊണ്ടാ വെച്ചാൽ ഇവിടുന്ന് ജപ്പാനിലെ ആളുകൾ അധികം പോണെച്ചാലേ ഇവിടുന്ന് ജോബ് വിസ അതായത് കുക്കായിട്ട് പോകാൻ വേണ്ടിയിട്ട് വിസ ജപ്പാനിലേക്ക് ഇവർക്ക് പെട്ടെന്ന് കിട്ടും അത്ര ചിലപ്പോൾ ഇവിടുന്ന് ആദ്യം ഒരാൾ അവിടെ പോയിട്ട് കുക്കായി നിന്നിട്ടുണ്ടാവും പിന്നെ ഇവിടുന്ന് ആൾക്കാരങ്ങനെ വലിച്ചുകൊണ്ടായതായിരിക്കും നമ്മളവിടെ നിന്നൊക്കെ ആട് വിസയ്ക്ക് പണ്ട് പോവാന്ന് പറയില്ലേ അതേമാതിരിക്ക് ആഡ്നോക്കില്ലേ ആട് വിസയ്ക്ക് ഗൾഫ് പല ഡ്രൈവർ വിസയ്ക്ക് പോവാന്നൊക്കെ പറഞ്ഞായിരിക്കേ ഇവിടുന്ന് കുക്കായിട്ടാണ് അധികം ആൾക്കാരും പോവാന്ന് പറയണത് 20 റുപ്യ അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് നമ്മളവിടെ ഇവിടെയൊക്കെ ഒരു തന്നെയാണല്ലേ പറഞ്ഞത് ഇവിടെ റോഡൊക്കെ അത്യാവശ്യം പൊളിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് മോശം റോഡാണ് ഇവിടെ ഇടയ്ക്കൊക്കെ മലയിടിച്ചിലൊക്കെ ഉണ്ടാകുന്നത് കാരണം ഇടയ്ക്ക് റോഡ് ബ്ലോക്ക് ആവുമെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ കുറേ സഞ്ചരിച്ച് ഒരു ഹുലക്കെ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെത്തി അപ്പോൾ ഇവിടെ വാഴ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടുത്തെ ഉണ്ടോ ഈ സൈഡിലൊക്കെ വാഴ കൃഷിയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ बेनी आ रहा है ബിനി बेनी बाजार आ रहा है मैगदी जिला का सदर मुकाम है वो बेनी बाजार ബിനി ബസാർ हाँ बेनी बाजार ബിനി ബസാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു മാർക്കറ്റ് हाँ मार्केट है ആ മാർക്കറ്റ് बहुत बड़ा സദർമുഖ് सदर मुकाम है ना ഏ ജില്ല ये मैगदी का सदर मुकाम മെഗദി മെഗദി എന്ന് പറയുന്ന ജില്ലയുടെ ആസ്ഥാനമാണെന്ന് പറയുന്നത് പിന്നെ ഞാനീ പറയുന്ന സ്ഥലപ്പേരുകളൊക്കെ നമ്മളെ സൂരജ് ഭായി പറയുന്ന അതേപോലെ തന്നെ ഞാനങ്ങോട്ട് പറയാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ ചിലപ്പോൾ പ്രൊനൗൺസിയേഷനൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ 100% കറക്റ്റായിക്കൊള്ളണമെന്നൊന്നുമില്ല അയ്യോ ഇവിടെ റോഡ് എന്തായാലും കുറച്ച് ഓഫ് റോഡാണ് അത് നമ്മള് വീണ്ടും കണ്ടോ ഇവിടെ നല്ല ബിസി ആയിട്ടുള്ള ഒരു സ്ഥലത്തെത്തി ഇതാണ്ട ഇവിടെ ഇതാണ് നമ്മുടെ അമ്മച്ചിമാര് മറ്റേ ആ കൊട്ടയിലാക്കി കൊണ്ടുപോകുന്ന ഇത് അത് കുറച്ച് വാങ്ങിച്ചാലോ ഫ്രൂട്ട് ചെയ്യാനാ ഓ
ഇതിപ്പോ ये टाइम बहुत अच्छा है अच्छा है हाँ ഓക്കെ ഉദർ മിലേഗാ उधर तो अच्छा मिलेगा അച്ഛാ മിലേഗാ ഓക്കെ അപ്പൊ മുസ്താങ്കിൽ പോയാൽ നല്ല അടിപൊളി ആപ്പിളും സാധനങ്ങളൊക്കെ കിട്ടുന്ന ഇതിപ്പോ നമ്മൾ പറഞ്ഞല്ലേ ചില്ലറ സ്ഥലമല്ല ഇപ്പൊ അടിപൊളി ബിസി ടൗണിലേക്ക് എത്തിയിട്ട് നമ്മള് വിചാരിക്കും ഇത്രയും മലകളുടെ ഇടയിൽ കൂടെ ഒക്കെ സഞ്ചരിച്ചിട്ട് ഇവിടെയൊക്കെ ആരെങ്കിലും താമസിക്കുന്നുണ്ടാവുന്നത് പക്ഷെ അവിടെ വലിയ ജന സമൂഹങ്ങളാണ് ഇങ്ങനെ ഓരോ വലിയ വലിയ മലകൾ കടന്നു കഴിഞ്ഞാലേ അവിടെ കണ്ടാ ഇതൊക്കെ എത്ര ആളുകളറിയാം ഇവിടെ താമസിക്കുന്നത് ഇപ്പൊ അല്ല ദുബായിൽ പോയ മാതിരിക്കായി ഇവിടെ കണ്ട എത്ര ആളുകളറിയാം വീടുകളും വാഹനങ്ങളും എല്ലാ പരിപാടികളും ഉണ്ട് മൊബൈൽ ഷോപ്പ് TV VCR സ്പീക്കർ JBL എല്ലാ വാഷ് മെഷീൻ എല്ലാ കടകളും ഉണ്ട് സംഭവം ഉണ്ട് പക്ഷെ നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി കുറേ കാടും മലകളായിരിക്കും ഉണ്ടാവുക പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ബഹളമയാവും നമ്മളെ സ്വരജ് ബായിക്ക് വഴി തെറ്റിന്നാ പോണത് പാട്ടൊക്കെ പാടുന്ന ആള് അങ്ങോട്ട് പോരാ വൺ വേന പിള്ളേർ പോകുന്നുണ്ട് പിള്ളേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ വഴി തെറ്റിണ്ടോ അത് കാരണം ഇപ്പൊ ഇത് കാണാനായി നമ്മളിത് കാണാൻ വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് വന്നുള്ളേ അപ്പൊ നമ്മള് വന്ന വഴി അങ്ങനെ തിരിച്ചാണ് പോകും കുട്ടിമാമ അപ്പൊ ഇതിന്റെ പേര് ബേനി ബസാർ എന്നാ പറഞ്ഞത് അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ പ്രൊനൗൺസിയേഷനിൽ തെറ്റുണ്ടാവും ബേനി ബസാർ ബേനി ബസാർ തന്നെയാണ് ഇവിടുത്തെ സ്റ്റാൻഡ് ആട്ടോ അത് ബേനിയിലുള്ള ബസ് സ്റ്റാൻഡും ടാക്സിയും ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ എന്താ വെച്ചാലേ കുറച്ച് പൊടി പിടിച്ച പോലെ ഉണ്ട് കേട്ടോ അതായത് ഇവിടുത്തെ ആ ഒരു സ്ലൈറ്റ് കല്ലും അതിന്റെ പാറയും അങ്ങനത്തെ മണ്ണും ഒക്കെ ആണല്ലോ ഇതിലായ നമ്മളാ പുഴയുടെ അപ്പുറത്തുനിന്ന് വേറെ പുതിയ റോഡ് ഉണ്ട് എന്ന് പറയില്ല ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് അത് ഇവിടെ ഇപ്പൊ ഈ പാലത്തിന്റെ ഇവിടെ വന്നിട്ട് ചേരുക കേട്ടോ എന്നിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഒറ്റ ഇതായിരിക്കും ഒറ്റ റോഡാണ് അപ്പോൾ പോകുന്ന റോഡ് കണ്ടോ നമ്മളെ പക്ക ഒരു ഓഫ് റോഡ് സെറ്റപ്പാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇവിടെ കണ്ടോ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബിൽഡിംഗ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറേ പ്രൈവറ്റ് പ്രൊജക്ട്സ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇവിടുത്തെ ഈ വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടേ ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ ഇവിടെ ഇങ്ങനത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പം എന്താ വെച്ചാലേ വഴി നല്ല രസമുണ്ട് അതായത് വഴി നല്ല രസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഓഫ് റോഡ് ആയിട്ടുള്ള ഇതാണ് അത് ഡേഞ്ചറസ് അല്ല പക്ഷേ റോഡില്ല അതായത് ഇങ്ങനത്തെ ഈ ഓഫ് റോഡ് മാത്രമേ ഉള്ളൂ ടാർ ചെയ്ത റോഡൊന്നും ടാറിങ് ഒന്നുമില്ല പിന്നെ സൈഡിൽ ഇങ്ങനെ പുല്ല് അതിൻ്റെ സൈഡിൽ പുഴ സൈഡിൽ മലകൾ രണ്ട് സൈഡിലും മലകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇവിടെ നിന്നൊരു മനുഷ്യക്കുട്ടി പോലും ഇല്ല പിന്നെ അവിടെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ പോലെയൊക്കെ ഉണ്ട് കേട്ടോ ആ മലയുടെ ഇടയ്ക്ക് നിന്നൊക്കെ നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കുറേ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ കുറേ ബിൽഡിങ്സും ഒക്കെ ഉണ്ട് സൈഡിൽ കാക്കപ്പൂവുണ്ട് ഏതൊരു ഈ കാക്കച്ചാട്ടല്ല കാക്കപ്പൂവ് ഇത് കാക്കപ്പൂവാ ഇത് കാക്കപ്പൂവൊന്നുമല്ല അത് അടിയുടെ കൈ അവിടെ വെള്ളച്ചാട്ടം ഉണ്ട് ഒരു അടിപൊളി വെള്ളച്ചാട്ടം അത് വെള്ളച്ചാട്ടം കാണാല്ലേ പക്ഷെ ये क्या है भाई ये बिल्डिंग ക്രഷർ അതൊരു ക്രഷറാണ് അത്ര ക്രഷർ ഇപ്പൊ വെള്ളത്തിൽ നിന്ന് അരിച്ചുണ്ടാകണ अन्नपूर्णा क्या है क्रशर अन्नपूर्णा क्रशर उसका नाम है कंपनी का नाम है उधर ओके देवी फॉल्स है ना फॉल्स अच्छा फॉल्स
സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ വാട്ടർഫോളുകള്. ഇതൊരു ക്രഷർ അത്ര, അന്നപൂർണ്ണ ക്രഷർ. ഇവരെന്താ ഈ പുഴയെന്ന് കല്ലെടുത്തിട്ട് പൊട്ടിച്ചിട്ടായിരിക്കണോ? ആ, ഇത് എനിക്ക് തോന്നുന്നു ആ പ്രൊജക്റ്റിലേക്കുള്ള മെറ്റലൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത് വന്നിട്ടാ. क्यों ये रोड टारिंग नहीं करता है? वो फेमस जगह है ना वो? अच्छा बन रहा है ना अभी। हाँ अच्छा धीरे धीरे बनेगा, वो पहाड़ से बात है इसलिए पैरा बार उस टाइम झरेगा, हाँ उसको छेद करेगा, वो तो जाएगा ना। ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ ഈ മലയിടിച്ചിലൊക്കെ ഇടയ്ക്ക് ഉണ്ടാകുന്നത് കാരണേ वो फेमस പതുക്കെ പതുക്കെ അങ്ങനെ റോഡൊക്കെ ഉണ്ടാക്കി ടാർ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് ആള്. ആയിരിക്കും. फेमस है मगर वो सत्ता करेगा नहीं। हाँ वो 3-4 महीना 4-5 मंथ चलेगा, बंद हो जाएगा। हाँ इसलिए तो इसको बड़ा हाँ खर्च नहीं किया। हाँ। करना चाहिए, इधर ये बनाना होगा। हाँ। बन रहा है कभी कभी। और पूरे साल पे इधर लोग नहीं चलते हैं उधर? देखिए ना, हाँ हाँ ये बात हाँ ठीक है। बरखा के टाइम में तो आना नहीं चाहिए ना। हाँ हाँ मैंने बोला ना, ये फर्स्ट ट्रिप है आज। हाँ हाँ आज भी ऐसा है बात। ആ, ഇത് കൂടെ വർഷത്തിലെ എല്ലാ സമയത്തും കൂടെ യാത്ര ഇല്ല കേട്ടോ. ഏതൊക്കെ ചില സമയത്ത് ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ പോകുന്ന സമയത്ത് ഇത് ഓപ്പൺ ആണ്. പിന്നെ അപ്പുറം സൈഡിൽ വീണ്ടും കുറച്ച് കൃഷി സ്ഥലങ്ങളും ചെറിയ 2-3 വീടുകളും കാണാനുണ്ട്. ശരിക്കും മുന്നിലേക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മലയിലേക്ക് അങ്ങനെ പോകുന്ന പോലെ ഉള്ളൂ കേട്ടോ നമുക്ക്. അതെ അതെ, മലയുടെ ഇടയിൽ കൂടെ ഉള്ള പുഴേന്റെ സൈഡിൽ കൂടെ ഉള്ള റോഡ് വഴി. ആ, ഇവിടെ ടാറിങ് ഉണ്ട് കേട്ടോ. ഫുള്ള് ഇങ്ങനെ ഒന്നല്ല, ചില സ്ഥലത്തൊക്കെ ടാറിങ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അതാണ്ടോ ടാറിങ് ആയി. അപ്പം മുന്നേ അവിടെയൊക്കെ ടാറിങ് ഉണ്ടായിട്ടുണ്ടാവും. ഈ മല ഇടിഞ്ഞ് വീണിട്ടൊക്കെ കേടൊന്ന് പോകുന്നത് പിന്നെ അവർ പതുക്കെ പതുക്കെ ചെയ്യുന്നുള്ളൂ. അവിടെ എത്തുമ്പോൾ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പഴമൊക്കെ കെട്ടി തൂക്കിയിട്ടൊരു കുഞ്ഞ് 2-3 കടകളൊക്കെ ഉണ്ട്. വീണ്ടും വിജയനഗരത്തിലേക്ക് നമ്മൾ പോവാണ്. നല്ല രസമുണ്ടായിരുന്നു പോകാൻ. ഇവിടെ കണ്ട റോഡ് ഇടിഞ്ഞു വീണിട്ട് ഇപ്പോൾ അത് ജസ്റ്റ് റെഡി ആക്കിയിട്ടുള്ളൂ. പിന്നെ ഈ മുക്തിനാഥിക്ക് എന്ന് പറഞ്ഞാൽ അധികം ആളുകൾ പോകുന്നത് ഈ ഒരു പിലിഗ്രിം യാത്രയുടെ ഭാഗമായിട്ടാണ്. അവിടെ ആ ഒരു ശിവൻ്റെ എന്തോ അമ്പലമുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് കുറേ ആളുകൾ പോകുന്നത്. ഈ മുക്തിനാഥ് യാത്രയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ കുറച്ച് ഇതുപോലെ ആളുകൾ ഇതുപോലെ സ്ഥലമൊക്കെ കാണാനും താല്പര്യമുള്ള ആളുകളൊക്കെ വരും. പിന്നെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കാണുമ്പോഴല്ലേ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയുന്നത് നമ്മളല്ലേ. ഇവിടുത്തെ മല പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല കുത്തനുള്ള മലകളാണ്. അല്ല, ക്യാമറ എടുത്ത ഇവിടുന്ന് നല്ല വഴിയാണെന്ന്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഞാനറിയില്ല, ഇതൊക്കെ ഇവിടുത്തെ ഒരു റിമോട്ട് വില്ലേജുകളെന്ന് പറയാം കേട്ടോ. കാരണം ഇവിടെയൊക്കെ വീടുകളും ആളുകളും ഉണ്ട്. ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടോ ഇവിടുത്തെ വീടുകളൊക്കെ ഈ കല്ലുകൊണ്ട് ഇങ്ങനെ പടുത്തുണ്ടാക്കിയ വീടും മതിലും ഒക്കെ അങ്ങനത്തെ റെഡ് ഈ സ്ലൈറ്റ് കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റൂഫും ആ സ്ലൈറ്റ് കല്ലുകൾ തന്നെയാണ്. ഇവിടെ പിന്നെ ഇലക്ട്രിസിറ്റി ഒക്കെ എത്തിച്ചിട്ടുണ്ട് ഇവിടെ. ആ ആ പിന്നെ മല ഉണ്ടോ? ആ, അങ്ങനെ വലിയ വലിയ മലകളും പിന്നെ കണ്ടോ ഇവിടെ ചെറിയ ചെറിയ കടകളും ആ ഒരു പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ റോഡിൻ്റെ ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ്സും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ, ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് കാടിനുള്ളിലൂടെ.
ആൾക്കാർ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ വാട്ടർഫോളിൽ ഉണ്ടാവും. ഇത് നല്ല ഭംഗിയുള്ള റൂട്ടാട്ടോ ഇവിടുത്തെ. റോഡും ഇവിടെ നല്ല റോഡ്, അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ ചില സ്ഥലത്ത് ഈ റോഡ് ഇടിഞ്ഞു വീണിട്ട് അങ്ങനെ കേടുവന്ന് പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ മുന്നിലുള്ളത് ഒരു റോഡ് ഇടിഞ്ഞ സ്ഥലമാണ്. ഇവിടെ സൈഡിൽ നിന്നൊക്കെ കുറച്ച് ഭീകരതയൊക്കെ ഉണ്ട്. നമ്മളെ കാലി ഗണ്ഡകി ഒക്കെ മറന്നു പോട്ടെ ഇടയ്ക്കിടയ്ക്ക്. കാലി ഗണ്ഡകി അതായത് കറുത്ത വെള്ളമുള്ള പുഴയാണ് കാലി ഗണ്ഡകി. അതിങ്ങനെ സൈഡിലൂടെ കുത്തി ഒലിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലും വലിയ മരങ്ങളുണ്ട്. ഒരപ്പൂപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ബാഗൊക്കെ തലയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത്. ഇത് എങ്ങോട്ടാണോ ആൾ പോകുന്നത്? പാറകളുടെ ഇങ്ങനെ അടിയിലൂടെയൊക്കെയുള്ള വഴികളാണ്, നല്ല രസമുണ്ട്. അപ്പോൾ ആ പാറ ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാവും, ചാടി നിൽക്കുന്നുണ്ട്. പുഴയ്ക്ക് ആയിക്കൂടെയുള്ള വഴിയാണ്. ഒരൊറ്റ വണ്ടിക്ക് ഇതുകൂടെ പോകാൻ പറ്റുള്ളൂ. ഉണ്ട് ആണ്. അപ്പുറത്ത് പുഴയേട്ടാ. നമ്മളിവിടെ ഒരിടത്ത് ഈ പുഴേനെ ഇനി മുറിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. മുറിച്ച് കിടക്കണില്ല. നമ്മൾ മുക്തിനാഥിക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ ഒരു വേറൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലേക്ക് ഉണ്ടോ ഇവിടെ ഒരു ഇരുമ്പ് കൊണ്ടുള്ള പാലമുണ്ട്. ഈ ഇരുമ്പ് കൊണ്ടുള്ള ചെറിയ ചെറിയ പാലങ്ങളാണ് ഇവർ ആദ്യം ഉണ്ടാക്കുക. പിന്നെ വികസനം വരുമ്പോഴാണ് വലിയ കോൺക്രീറ്റ് കൊണ്ടുള്ള വലിയ പാലങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ആ പാലം മുറിച്ച് കടന്നു കഴിഞ്ഞാൽ ഈ പുഴയുടെ അപ്പുറത്ത് കണ്ടോ അവിടെ ഗ്രാമങ്ങളുണ്ട്, ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് അവിടെയൊക്കെ. അതായത് വളരെ കുറഞ്ഞ വീടുകളൊക്കെ ഉള്ള ഗ്രാമങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഭയങ്കര റിമോട്ടായിട്ടുള്ളൊരു ഏരിയയാണ്. ഭയങ്കര അങ്ങനത്തെ ലൈഫ് സ്റ്റൈലിന് ഇവിടുത്തെ ഒരു പ്രത്യേകത ആയിരിക്കും. അത് നമ്മൾ ഇവിടെ ഇങ്ങനെ പോകുന്ന വഴിയിൽ, മുക്തിനാഥ് പോകുന്ന വഴിയിൽ ഇവിടെ ഒരു ഹോട്ട് സ്പ്രിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു ഹോട്ടലുകാരെ ഏറ്റെടുത്തിട്ട് അതിൻ്റെ പേരിനെ ഹോട്ട് സ്പ്രിങ് ഇൻ എന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോട്ട് സ്പ്രിങ്ങിൽ പോയിട്ട് കുളിക്കാം. നമ്മളിപ്പോൾ കുളിക്കുന്നൊന്നുമില്ല. ഇനി ഇവിടുന്ന് നമുക്ക് മുക്തിനാഥിക്ക് 73 കിലോമീറ്റർ ഉണ്ട്. ജോസം കിतना किलो दूर है इधर से? 53. ആ ഒരു നമുക്കിനി ഇന്ന് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം എന്താണ് ഈ ജോസം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഏകദേശം 53 കിലോമീറ്ററോളം ഉണ്ട്. അതന്നെ ഈ റോഡിലൂടെ അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു യാത്രയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോകുന്ന വഴിയിൽ എവിടെയോ ഒരു വാട്ടർഫോൾ ഉണ്ട് പറഞ്ഞു. ഈ പുഴയിലൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. കാരണം ഇത് അത്യാവശ്യം നന്നായി കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുഴയാണ്. പോരാത്തതിന് അത് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഒരു വെള്ളമാണ്. നമ്മളെന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഇവിടെ വലിയൊരു ഹോട്ടലുണ്ട് കേട്ടോ. ഈ ഹോട്ടൽ क्या है इसका नाम? होटल നാച്ചുറൽ സ്പ്രിങ്. ഇവിടെ വലിയൊരു ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാനൊരു ബോർഡും ഈ ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു. ഹോട്ടൽ നാച്ചുറൽ സ്പ്രിങ് എന്ന് പറഞ്ഞിട്ടില്ലേ, അവിടെ വലിയൊരു ഹോട്ടല് കണ്ടോ. ഇത്രയും കാടിൻ്റെ ഒക്കെ ഉള്ളിൽ ഇത്രയും വലിയൊരു ഹോട്ടലുണ്ട്.
ടൂറിസം ലക്ഷ്യമാക്കിയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് റൈഡേഴ്സ്, ബൈക്ക് റൈഡേഴ്സൊക്കെ കുറേ വന്ന് ഹോൾട്ട് അടിക്കുന്ന സ്ഥലമാണ്. അവരുടെ ബൈക്കുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു ഹോൾട്ട് എടുക്കുന്ന ഒരു പോയിൻ്റാണ് ആളുകളൊക്കെ. ഇവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ വീഡിയോ ഓഫ് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്നൊരു വഴി എടുത്തിട്ടാണ് നമ്മുടെ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്കൊക്കെ പോകുന്നത് കേട്ടോ. അതായത് ഹിമാലയത്തിൻ്റെ ഒരു ബേസ് ക്യാമ്പ് ഉണ്ടല്ലോ, അന്നപൂർണ്ണ ബേസ് ക്യാമ്പ്, അവിടേക്ക് പോകുന്ന വഴിയൊക്കെ ഇവിടെ നിന്നാണ്. പിന്നെ ഈ നേപ്പാളിൽ ഈ വൈദ്യുതി മെയിനായിട്ട് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ തന്നെയാണ് കേട്ടോ. കാരണം ഈ ഭാഗങ്ങളൊക്കെ ഇഷ്ടംപോലെ ഈ പുഴയിലൊക്കെ ഇതുപോലെ കുറേ പ്രൊജക്ട്സ് ഉണ്ട്, കുറേ പ്രൈവറ്റ് പ്രോജക്ട്സ് പോലും ഉണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടോ ഈ പുഴയിൽ അവിടെ നമുക്കൊരു പ്രോജക്റ്റ് കാണാം. ആളുകളൊക്കെ പൊതുവെ കുറവാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്കുള്ള റൂട്ടിലൂടെയാണ് കേട്ടോ ഫുള്ളായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡൊക്കെ മെയിൻലി ഇങ്ങനെ തന്നെയാണ്. പിന്നെയാണ് ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. അത് മുകളിൽ നിന്ന് ഇങ്ങനെ ചാടി വരുന്നുണ്ട്. കുറേ സ്റ്റെപ്പ് ചാടിയിട്ടാണ് വരുന്നത്. നമുക്ക് കാണിച്ചാൽ ഇവിടെ നിർത്താറുണ്ടോ? നമ്മളിതിൻ്റെ സൈഡിലേ ഇവിടെ നിർത്താം. ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലം ഇരുമ്പ് കൊണ്ടുള്ള പാലാണ്. വലിയ വാട്ടർഫോളാട്ടോ. പഴയ എന്തൊക്കെ പാലെന്തൊക്കെ അവിടെ പൊളിഞ്ഞു പോയതുണ്ട് ഈ വെള്ളം വന്നിട്ട്.